ആ തിരക്ക് കണ്ട ഞാനൊന്നും വരുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് പോക്കോ. ഇവിടെ റിസപ്ഷൻ എന്താ മറ്റേ ഇൻവിറ്റേഷൻ കാണിക്കണമെന്ന് തോന്നുന്നു, അറിയില്ല. ഇൻവിറ്റേഷൻ കാണിക്കണം, അവിടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. എന്തെങ്കിലും സെക്യൂരിറ്റി എല്ലാത്തും ഉണ്ട്. ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കേണ്ട വരുമോ? എൻ്റെ ഇല്ല. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ പിന്നെയും ഒരു മാരേജിന് പോകാൻ പോവുകയാണ്. വിളിച്ചിട്ടില്ല ഒബ്വിയസ്ലി. അപ്പോൾ അതിന് വേണ്ടിയുള്ള 5000 രൂപ നമുക്ക് ബോക്സിലോട്ട് ആക്കണം. ഇത് ആലപ്പുഴ തന്നെ, അവന് വലുതായിട്ട് ദൂരത്ത് പോകാനില്ല, പെട്ടെന്ന് ഇറങ്ങണം. ജോസഫ് ഇപ്പോൾ വരും 9 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ടില്ല. 9:30 കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്കിത് ബോക്സിലോട്ട് ഇടാം. ഇപ്രാവശ്യം ഞാൻ മറ്റേ ബോക്സിലാണ് കൊടുക്കാൻ പോകുന്നത്. അതിനകത്തെല്ലാം കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒന്നും കൊടുക്കുന്നില്ലെന്ന്. കഴിഞ്ഞ പ്രാവശ്യം കുലുക്കി നോക്കി അറിയാം. എന്തായാലും ഞാൻ അത് വെക്കട്ടിനകത്തോട്ട് എല്ലാം കഴിഞ്ഞിട്ട് ലേറ്റ് വരുന്ന കണ്ടതേ. 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് 9 മണി നടന്നില്ല, കിണ്ടി നടന്നില്ല. 5000 പ്രൂഫ് വോയിസ്. അപ്പം നമുക്ക് പോയിട്ട് പെട്ടെന്ന് കൊടുത്തിട്ട് വരാം. ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഈ ബോക്സ് കൊടുക്കുന്നതിന് ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും ഒന്നും ഇല്ലാത്ത കണക്ക് ആൾക്കാർ കൈ പിടിക്കുമ്പോൾ തന്നെ കൊടുക്കുമ്പോൾ തന്നെ റിയാക്ഷൻ കിട്ടും. അറിയാം, ഒരു കല്ലിടും അതിനകത്ത്. റിയാക്ഷൻ കിട്ടത്തില്ല കല്ലിട്ട് കഴിഞ്ഞാൽ. ഇതാകുമ്പോൾ കുറച്ച് റിയാക്ഷൻ കിട്ടും. ഇല്ലെങ്കിൽ അവർക്കൊന്നും ഇല്ലെന്ന് അതെന്തായാലും ഓർക്കും, പക്ഷേ റിയാക്ഷൻ കിട്ടത്തില്ല കല്ലിട്ടില്ലെങ്കിൽ. നമുക്ക് ഇറങ്ങാം. ഞാൻ എപ്പോഴും എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങായിരുന്നു. എൻ്റെ ഫുൾ റൂം നനഞ്ഞു. അറിയാം, ഇത് കണ്ട ഈ ഫുൾ ഈർപ്പം. ഇതെല്ലാം AC കാരണം. പവർ ബാങ്ക് വരെ നനഞ്ഞിരിക്കുന്നു. എൻ്റെ പവർ ബാങ്ക് റൂമിനകത്ത് അത് നനഞ്ഞിടക്കുക. കാല് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും ഫ്ലോറെല്ലാം നനഞ്ഞിടക്കുക. എന്നാ എൻ്റെ PC വരെ ഈർപ്പത്തിരിക്കുന്ന കണക്ക്. ഇത് അവിടെ കണ്ടൻസേഷൻ കാരണം എൻ്റെ PC അവിടെയൊക്കെ ഈർപ്പം കണ്ട. അത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അത് PC കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. എത്ര ഡിഗ്രി ഇടുന്ന AC? അത് ഞാൻ ഹൈ കൂളിൽ ഇടുന്നത്, ഏറ്റവും 18 കിടക്കും. 16 18. അല്ലെങ്കിൽ എന്തുവാണ് LG തണുപ്പില്ല. LG തണുപ്പ് ഹൈ കൂളിൽ ഇട്ടാലേ ഉള്ളൂ. നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്ന ഈ മെയിൻ ചാനലിനകത്ത് വീഡിയോ കണ്ടില്ലല്ലോ എന്ന്. അത് ബാക്കി 2 കല്യാണം കൂടി ഇല്ല, അതും കൂടി പോയിട്ടൊക്കെ വരത്തുള്ളൂ. ഇനി ഇത് ഇന്നത്തെ ഹിന്ദു ആണ്, ഇതിന് ക്രിസ്ത്യൻ വെഡിങ് കൂടി പോകണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് തന്നെ. ഞാൻ പരമാവധി ഈ ആഴ്ച ഫുള്ളും ബിസിയാണ്. ഇന്ന് നമ്മുടെ റെംപോഡും വരുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ റെംപോഡും വീട്ടിൽ കാണും. അപ്പം അതും കൊണ്ട് പിന്നെ നമുക്ക് ആ ഹോണ്ടഡ്, നിങ്ങൾ പലവട്ടം ഹോണ്ടഡ് ചോദിക്കുന്നുണ്ട്. ഹോണ്ടഡ് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ആദ്യം ഈ റെംപോഡ് വരട്ടെ. പിന്നെ ട്രെയിനർ ഇല്ല, ട്രെയിനർ ഗോവയിൽ പോയിരിക്കുക. അപ്പോൾ അവൻ കൂടി വരണം. ഒരു ഹിന്ദിക്കാരൻ വ്യൂവറും കൂടി വരുന്നുണ്ട് ഇപ്രാവശ്യം വീഡിയോക്കകത്ത്. ഹൈദരാബാദിൽ നിന്ന് വീഡിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വരും. നല്ല റെംപോഡൊക്കെ ആകുമ്പോൾ സെറ്റാണ്. റെംപോഡൊക്കെ അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പോവന്നെ. ഞാൻ പിന്നെ അവിടെ നിക്കത്തില്ല കേട്ടോ, ഞാൻ കണ്ടംവഴി ഓടും. അല്ല ഒന്നും ഇല്ലടോ ഓടാൻ. അവിടെ ഓടാൻ സ്ഥലമുണ്ടോ? ഇല്ല, കാടാ. അതെ, ഞാൻ പോയില്ല, നിങ്ങളെല്ലാരും അല്ലേ പോയി നോക്കിയത്. ബോയ്സ്, അപ്പം പെട്ടെന്ന് ചേഞ്ച് ഓഫ് പ്ലാൻസ്. ഹിന്ദു കല്യാണമായതുകൊണ്ട് ഞാൻ മുണ്ടെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്റെ കടയിൽ തന്നെ വന്നു ഒരു മുണ്ടെടുക്കട്ടെ. നിങ്ങളുടെ കാണുമായിരിക്കും. ഒരു മുണ്ടുണ്ടാച്ചോ? സെറ്റ് മുണ്ട്. ഇത് വേണം, ഈ കളർ വേണം, വെള്ള വേണം. അതിനോട് ചേരുന്ന ഏതാ? അതിന്റെ കൂട്ടത്തിലല്ലേ? ഇതിന്റെ കൂട്ടത്തിൽ സിംഗിൾ അല്ലേ ഇത്? ഡബിളോ? അപ്പുറത്ത് എടുക്കുക സ്ഥലം. തയ്യക്കട ആടാറുള്ള നമുക്ക് മുണ്ട് കിട്ടിയിട്ടുണ്ട്. ആരും ഇല്ല ഇവിടെ. സമയമില്ലാത്ത സമയത്ത് മുണ്ടെടുക്കണമെന്നൊക്കെ പറയുമ്പം എനിക്കങ്ങനെ മുണ്ടെടുക്കാൻ അത്രയ്ക്ക് താല്പര്യമുള്ള കൂട്ടത്തിലല്ല. ഞാൻ അങ്ങനെ എടുക്കാറില്ലാത്തതുകൊണ്ട്. എന്താ ഇങ്ങനെ ഇരിക്കും ഇത്? ഇൻഷർട്ട് മാറ്റാൻ ഞാൻ ഇപ്പൊ സൈഡിലോട്ട് ഇങ്ങനെ നടക്കാനാണ് ഇത്. ഇങ്ങനെ കിടക്കും. ഇത് മടക്കണ്ടേ കുറച്ച്? എന്താ ഇങ്ങനെ വിട്ട് കിടക്കുന്ന? ഇങ്ങനെ സാരി ഒക്കെ എടുക്കുന്ന പോലെ മടക്കണമെന്ന്. ആ, ചെരുപ്പിടേണ്ടി വരുക. ചെരുപ്പ് വേണ്ടി വരും. വേണ്ടല്ലെങ്കിൽ ഇപ്പോ പാൻറ്റേ പോവാ. മുണ്ട് മതി. ഇനി ചെരുപ്പൊക്കെ ഇട്ട് എന്ത് പോവാനാണ്? ചെരുപ്പിട്ടാ പോരെ, അതെന്താ? അല്ലെങ്കിൽ ഷൂ ഇട്ടോണ്ട് മുണ്ടെടുത്ത് പോ, വെറൈറ്റി ആയിരിക്കും. സമയമില്ലായിട്ട് ഞാൻ ഇവിടെ മുണ്ടെടുത്ത് കളിക്കുക. ഇനി സമയമില്ല. ഷൂ ഇട്ട് നടക്കാനാ? മുണ്ടിന്റെ കൂടെ ഷൂ ഇട്ട് നടക്കാനാ? ആ, അത് മതിയായിരിക്കും. ആ 10. ഇതാ നല്ലത്. 10 മതി. 10 മതി. ഇതൊക്കെ എന്ത് ഷൂ ഊരി ഷൂ ഒക്കെ ഊരി സോക്സ് ഊരുവാ. ഇതൊക്കെ എന്റെ കാലേ കേറുവാ. ഇത് പൊട്ടിച്ച് അത് മതി. അത് പൊട്ടിച്ച് വെച്ചാ മതി. ഇത് ഇതിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചല്ലോ.
അത് കൊടുത്തേക്ക്. ചന്ദനം ഉണ്ടോ? ചന്ദനം ഒന്നും വേണ്ട. എന്തുവാ ഇത്? ചന്ദനം കൂടെ ഇട്. ചന്ദനം ഇട്. വേണ്ട വേണ്ട, ചന്ദനം ഒന്നും വേണ്ട. അമ്പലത്തിൽ മണ്ണിടിക്കാൻ പോകുന്നു. മൈക്കൊക്കെ ഇനി എക്സ്ട്രാ പാന്റ് ഇല്ല, എവിടെ വെക്കാനാ ഇതല്ല? മൈക്ക് എവിടെ വെക്കാം? ഫോണും വെക്കാൻ പറ്റത്തില്ലല്ലോ. എന്താണ് അവിടെ വെച്ചാ പോരെ? ഫോൺ ഞാൻ പിടിച്ചോളാം. എല്ലാം ആയ. ഈ ഷൂ എവിടെ വെക്ക്? ഷൂ വണ്ടിക്കകത്ത് വെക്കി. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ മുണ്ടെടുത്ത്. മുണ്ടേ 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 മുണ്ടേ. ചന്ദനം കൂടെ ഉണ്ടെങ്കിൽ സെറ്റ്. ചന്ദനം ഞാൻ മഴയടിക്കാൻ പോവല്ലെന്ന് പറഞ്ഞില്ല ഞാൻ. നമ്മൾ നേരത്തെയാണ് എത്തിയെന്ന് തോന്നുന്നു കേട്ടാ. 11:24 കല്യാണത്തിന്റെ സമയം. കാറൊക്കെ ഓൾറെഡി ആൾക്കാർ കൂടുന്നു ഇവിടെ. നേരെ വളക്കാല്ലേ അങ്ങോട്ട്? ഇവരുടെ പുറകെ വിട്. നമ്മുടെ ഫസ്റ്റ് കല്യാണത്തിലോട്ട് നേരെ അങ്ങോട്ട് വളച്ചു കയറ്റാം. എല്ലാരും എന്തോ പോലൊക്കെ തോന്നുന്നു. നിനക്ക് എന്തോ തൊലിക്കട്ടി ചെയ്ത് കാണ്ടാവർഗത്തിന്റെ തൊലിക്കട്ടിയും ഗൊറിലയുടെ ശരീരവും. നല്ല രസമായിരിക്കും. ഞാൻ ഇറങ്ങുന്നില്ല. ഞാൻ ഇവിടെ ഞാൻ ഇരിക്കാൻ പോവാ. എനിക്ക് എന്തോ പോലെ. അപ്പൊ ഇൻഫിൽട്രേറ്റ് ചെയ്യാനുള്ള സമയത്തിരിക്കുകയാണ്. ഇൻഫിൽട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഇനി അവിടെ ആ തിരക്കുണ്ട. ഞാനൊന്നും വരുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് പോക്കോ. ഇത് ഇവിടെ റിസപ്ഷൻ മറ്റേ ഇൻവിറ്റേഷൻ കാണിക്കണമെന്ന് തോന്നുന്നു. അറിയില്ല. ഇൻവിറ്റേഷൻ കാണിക്കണം. അവിടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. എന്തെങ്കിലും സെക്യൂരിറ്റി എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കേണ്ട വരുമോ? എന്റെ ഇല്ലായിരുന്നു. അറിയാ വിളിക്കാത്ത കല്യാണോ? അങ്ങനെയാണോ വരേണ്ടത്? ആന്റി കുറെ കല്യാണത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്നതിന്റെ അല്ല. എന്നിരുന്നാലേ നമുക്ക് അപ്പം വിളിച്ചിട്ട് തന്നെ നമ്മൾ ചെല്ലണമെന്നൊന്നുമില്ല. നമുക്ക് മനസ്സിനകത്ത് സംതൃപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ പക്ഷെ എനിക്ക് ഒരു പരിചയമില്ല. പരിചയം വേണ്ട. ഇങ്ങനെ തന്നെ പരിചയപ്പെടുന്നത്. ശരി, അപ്പൊ കുഴപ്പമില്ല. ഫോട്ടോ എടുക്കാം. അതെന്റെ ക്യാമറ ഇല്ലേ? അതീ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചിട്ടുണ്ട്. അയച്ചു തരണോ? എന്നെ ഈ കല്യാണത്തിൽ വിളിച്ചിട്ടില്ലായിരുന്നു. വിളിക്കാതെ കയറുന്നതാണ്. നിങ്ങളെ പിടിക്കണ്ടേ? ഞാൻ പിടിക്കാൻ കയറിയല്ല. അത് ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല. പക്ഷേ എത്ര കുറവ് ആൾക്കാരായിരുന്നു വെഡിങ്ങിനകത്ത്. നടക്കേണ്ടതൊക്കെ നടന്നു. എല്ലാം നടന്നു. നടക്കേണ്ടതൊക്കെ നടന്നില്ല. ഓടി. എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം കുറച്ചുപേര് വന്ന് അങ്ങ് പറയുന്നില്ല. അപ്പൊ എന്തായാലും കാണാം, വീഡിയോക്കകത്ത് കാണാം. ശരി. എനിക്ക് ഹോപ്പ് എന്ന് പറയുന്നത് കുറച്ച് സംഭവങ്ങൾ സംഭവിച്ചവിടെ. ആ സമയത്ത് കോപ്പിറൈറ്റ് ആയിരുന്നാ മതി കേട്ടാ. കോപ്പിറൈറ്റ് അല്ലെങ്കിൽ സെറ്റാ. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിൽ ചെല്ലട്ടെ. നമ്മുടെ റെംപോഡ് വന്ന് കാണാം. നോക്കട്ടെ എത്ര വിയർപ്പ് വരുന്നത് നോക്കിയാൽ. എൻ്റെ മുടിയുടെ അറ്റത്ത് വിയർപ്പ് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഇവിടെ കുറച്ച് പാക്കേജ് ഒക്കെ ഡെലിവർ ആയെന്ന് ഞാൻ മെസ്സേജ് കണ്ടു. എങ്ങോട്ടാണ് പോയത്? കല്യാണത്തിന് പോയെന്ന് പറഞ്ഞു. കല്യാണത്തിന്. വിളിക്കാത്ത കല്യാണത്തിന് പോയത്. നമ്മൾ വിളിക്കാത്ത കല്യാണത്തിനല്ലേ പോകണ്ട. വിളിച്ച കല്യാണത്തിൽ ആർക്കും വേണം പോവാം. വിളിക്കാത്ത കല്യാണത്തിൽ എല്ലാവരും പറഞ്ഞു. അത് പറയാനുള്ളതൊക്കെ മെയിൻ വീഡിയോക്കകത്ത് വരും. നല്ല കാര്യം. എൻ്റെ അത് ആമസോൺ പാക്കേജ് വന്നല്ലോ. അമേരിക്കയിൽ നിന്ന് വന്നതായത്. അമേരിക്കയിൽ നിന്ന്. വിലയൊന്നും നമ്മൾ നോക്കിയില്ല. വില നോക്കിയില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മേടിച്ചു. ഇത് റെംപോഡ് അല്ലല്ലോ. ഇത് ഞാൻ മേടിച്ച ഹെയർ സാധനമാ. റെംപോഡ് വന്നില്ല ബോയ്സ്. റെംപോഡ് വരുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇത് 20. ഗേൾ ഫ്രണ്ട് തന്ന ഗിഫ്റ്റ്. ഇവൻ വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇവനിപ്പോ എപ്പോ നോക്കിയാലും എവിടെയെങ്കിലുമൊക്കെ പമ്മ പാത്തിരിക്കും. വന്നിട്ട് പാത്തിരുന്ന് കഴിഞ്ഞിട്ട് കഥ കിടക്കാൻ നേരത്ത് ഇവിടെ ഈ കസേര വന്ന് കിടക്കും. ഇവിടെ ഫാൻ ഓണാക്കും. എങ്ങനെയാണ് കണ്ട അഭിനയിക്കുന്നതാണ്. റെംപോഡ് പോയിട്ട് ഒരു കിണ്ടിപ്പോടും വന്നിട്ടില്ല. 2 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുക. റെംപോഡ് വന്നില്ല. മനസ്സിലായ എന്താണ് ഇങ്ങനെ വന്ന് വെച്ചിരിക്കുന്നത്? ഇവരെന്താണ് ഇങ്ങനെ പോകുന്നത്? ഒരു പുച്ഛം. അപ്പോൾ ഞാൻ ബ്ലൂ ഡാർട്ടിൻ്റെ ഒന്ന് സ്റ്റാറ്റസ് നോക്കിയായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ടൈം വേസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. ഡിലേ കോസ്റ്റ് ബിയോണ്ട് കൺട്രോൾ എന്ന് എന്തോ ഡിലേ വന്നെന്ന്. അവരുടെ കൺട്രോളിന് അപ്പുറത്തുള്ള ഡിലേ. എന്തായാലും ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഞാൻ രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല. നിത്തുക എഴുതിയിരിക്കുന്നത്. സ്റ്റോപ്പ് നിത്തുകയാണ്. ഇതെന്തത്? നിത്തുകയോ? കൊള്ളാം. ഞാൻ കുറച്ചു നേരം പലവട്ടം ഇരുന്ന് വായിച്ചു. എൻ്റെ മലയാളത്തിൻ്റെ കുഴപ്പമാണ്. ഞാൻ കാണുന്ന പോലെ ഭയങ്കര ബ്ലോക്ക് കേട്ടോ. ഒന്ന് പോകാൻ പറ്റുമോ? പോകാൻ അങ്ങോട്ടും അത് കമ്പി. മുമ്പിലോട്ട് വണ്ടി പോകുന്നില്ല. എൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുക പുറകെ ഇരുന്നിട്ട്. വണ്ടി പോ അവിടെ കുറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ഹൈറ്റിലൊരു ചെറിയ കുറ്റി. ആ കുറ്റിയുടെ പുറത്തോട്ട് കയറ്റാണ് ഞാൻ. വെറുതെ കളം തിളക്കുകയാണ് പയ്യന്മാർ പുറകെ ഇരുന്നിട്ട്. മുമ്പിലോട്ട് എടുക്കുന്നു. എങ്ങോട്ട് എടുക്കാനാണ്? ഞാൻ തലയുടെ പൊക്കത്തോട്ട് എടുക്കായത് ഈ വണ്ടി.
വണ്ടി പോയാലേ പോകാൻ പറ്റത്തുള്ളൂ. വഴിയില്ല കുഴപ്പമില്ല, എന്നെ പറഞ്ഞാൽ മതി. ഈ ഊള വഴി കൂടി വന്നേല്. ഇവർക്ക് പേഷ്യൻസ് ഇല്ലാത്തതല്ല കുഴപ്പം, എൻ്റെ തെറ്റാണ് ഇവിടെ കൂടി ഞാൻ വന്നത്. ഇവിടെ ഒരു ബീച്ച് കഫേ ഉണ്ടായിരുന്നു, അങ്ങോട്ട് വന്നതാ. ഇവിടെ കഫേ ഉണ്ടായിരുന്നു, ഇവിടെ കഫേ ഉണ്ടെന്ന് പറയത്തില്ല. വൈകുന്നേരം കഴിച്ചിട്ട് പോകാൻ ബോയ്സ് ചിക്കൻ വല്ലതും. എനിക്ക് വിശന്നിട്ട് മേലായിരുന്നു. എന്റെ വയറ് ഫുള്ളായി. കഴിച്ചു ബർഗറും കൂടെ കഴിക്കാനാ. അതെ, എന്റെ കൂടെ പിന്നെയും ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ട് വെച്ച് കഴിക്കാനാ. ഞാൻ കുറച്ച് നേരം കഴിച്ച് ചിക്കൻ 65, ചിക്കൻ മഞ്ചൂരിയൻ ഡ്രൈ, പിന്നെ ഹാഫ് അൽഫാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീട്ടിൽ പോവാം. കുറേ ആയി നീ കഴിച്ചേ, പക്ഷേ എനിക്ക് ഗ്യാസ് ഒക്കെ വരുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. ഇവനെ കൊണ്ട് ആ ബർഗറും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പോലും തീർക്കാൻ പറ്റിയില്ല. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ആ കല്യാണത്തിന് പോയിട്ട് അതെല്ലാം കൂടെ വലിച്ചു കയറ്റിട്ടിരിക്കും. ആ പായസം തന്നെ 3 അവര് ഗേറ്റ് അടച്ചെന്ന് തോന്നുന്നു. ബ്രോ ഗേറ്റ് അടയ്ക്കുകയാണോ? ഞാൻ ആ വണ്ടിയിൽ നിന്ന് എടുത്തോട്ടെ. നമ്മളൊരു റാൻഡം പ്ലോട്ടിൽ, നിൻ്റെ കയ്യിലല്ലേ? റാൻഡം പ്ലോട്ടിൽ നമ്മൾ വണ്ടി ഇട്ടിരിക്കുവായിരുന്നു. ഈ എടുക്കാൻ പറ്റാതെ ഇരുന്നേനെ. നമ്മൾ വരുന്നതും അടയ്ക്കുന്നത് റാൻഡം സ്ഥലത്തുകൊണ്ട് വണ്ടി ഇട്ടത്. വേറെ സ്ഥലത്തൊന്നും കിട്ടിയില്ല ഇവിടെ. കണ്ടോ, ഞാൻ രണ്ടാമത് ആ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനാ ഭാഗ്യം. കഴിച്ചിരുന്നെങ്കിൽ നടന്ന് വീട്ടിൽ പോയായിരുന്നു. എല്ലാം മുണ്ടെടുക്കലടാ, പൊട്ട ഉടുത്ത് വെച്ചിരിക്കുന്നത്. അത് വൈകുന്നേരമൊക്കെ എത്തിയപ്പോൾ വളഞ്ഞു വന്നതാ. എന്ത് വൃത്തിയേട്, ഇങ്ങനെയാണ് മുണ്ടെടുക്കണത്. ഇപ്പൊ ആന്തരം എന്തുവാണ് ഇപ്പൊ അത് ഊരിപ്പോ ഉള്ളതല്ല, ഇതെന്താണ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്? ഇപ്പൊ കുത്തി ഇരിക്കുവാണ്. ഇപ്പൊ ഇതൊക്കെ പറ്റത്തുള്ളൂ നമുക്ക്, അല്ലാതെ നല്ല മണം അറിയാം. നല്ല പോലെ ആയിരുന്നു. ഇതിപ്പോ വര നേരെയല്ലെന്നും പറഞ്ഞ് കുഴപ്പമില്ല. വര ഇപ്പൊ വൈകുന്നേരം ഒക്കെ ആവുമ്പോ വര വളഞ്ഞു പോകുന്നത്. വര നേരെ എങ്ങനെയായിരുന്നു എടുത്തത്? വരയൊക്കെ നേരെയായിരുന്നു. ഇപ്പൊ കേറി വന്നതാ കുറച്ച് കഴിഞ്ഞിട്ട്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. കരയാവുമ്പോ ഇങ്ങനെ ചിലപ്പോ കേറി ചെരുപ്പ് മേടിച്ചടാ. ചെരുപ്പ് ചെറുതാ സത്യം പറഞ്ഞ. ദൈവമേ, ലുക്കുണ്ട് കേട്ടാ. ഈ മുണ്ടിന് പൈസ കൊടുത്തായിരുന്നു കടയില് മുണ്ടിന് പൈസ എവിടുന്ന് എടുത്ത്? ഇത് പരിചയമുള്ള കടയാണ്. പൈസ എല്ലാം കൊടുത്തല്ലേ എടുത്ത? ഇല്ല, പിന്നെ സ്കാനർ ആയിരുന്നാ? സ്കാൻ ചെയ്തില്ല, പിന്നെ ചുമ്മാ ഇറങ്ങി പോന്നാ? അതെന്തായിരുന്നു? പരിചയമുള്ള കേസ് കടയായിരുന്നു. ഒന്നും പറയണ്ട. ചെരുപ്പ് ലുക്കുണ്ട് കേട്ടാ, ഇണങ്ങണുണ്ടടാ ചെരുപ്പ്, നല്ല സ്റ്റൈലുണ്ട്. ജോസഫേ വാ. ജോസഫിന് എന്താടാ മുണ്ടെടുത്ത് കൊടുക്കാൻ? ഞാൻ ജോസഫിന് മുണ്ട് ഒരു കസവിന്റെ മുണ്ടെടുക്കാനുള്ളതിന്